ആ മോള് ഇവിടെ ഇരിക്കായിരുന്ന. മോളെ മേശപ്പുറത്ത് പുഴുങ്ങി വെച്ച മുട്ടയെങ്ങാനും എടുത്ത് കഴിച്ചായിരുന്നാ? ആ കഴിച്ചു. എന്താ ചെറിയമ്മ? ആ അത് തന്നെ ഞാനും വിചാരിച്ചേ ഇവിടെ പോയി മുട്ടാന്ന്. വിശന്നപ്പോ എടുത്ത് കഴിച്ചതാ. ഈ സിദ്ധു മനുവൊക്കെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോണല്ലേ, പോയിട്ട് വരുമ്പോ ഈ 2 മുട്ട 2 പേർക്കും വേണം, നിർബന്ധമാണ്. കുറെ കാലമായിട്ട് കഴിക്കണേ. അപ്പോൾ കൂടി 4 മുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് പുഴുങ്ങി വെച്ചാ മോളാണെങ്കിൽ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഇനിയിപ്പോ ഒരാൾക്ക് കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോ ഒരാൾക്ക് 1 മുട്ട ഉണ്ടാവുള്ളൂല്ലോ. എവിടെ പോയി ഇനി മുട്ട ഉണ്ടാക്കും? മോളിനി എന്തേലൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിലേ ചെറിയ അടുത്തൊന്ന് പറയണം കേട്ടാ. ഞാൻ വിചാരിച്ചു മുട്ട എവിടെ പോയിന്ന്. മോക്ക് ഇവിടെ ഓക്കെ അല്ലേ? ഇവിടെ വന്നിട്ട് വേറെ വിഷമമൊന്നും ഇല്ലല്ലോ? ഞാനിവിടെ ഓക്കെ ചെറിയമ്മ, കുഴപ്പമൊന്നുമില്ല. എനിക്കിവിടെ ഹാപ്പിയാ. ചെറിയമ്മ ചെറിയച്ഛൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മോക്കടെ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വിഷമമൊന്നും വിചാരിക്കണ്ട. അന്യന്മാരുടെ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് തോന്നുമൊന്നും വേണ്ട കേട്ടാ. ചെറിയമ്മ ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെ. ഞാനേ അപ്പുറത്തെ വീട്ടിലെങ്ങാനും പോയി നോക്കട്ടെ ഒരു മുട്ടയുടെ കിട്ടുമെന്നേ. മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോൾ ചെറിയമ്മ അടുത്തൊന്ന് പറയണം കേട്ടാ. അല്ല മോളെന്തിനാണ് സിദ്ധുവിന്റെ കൂട്ടുകാർ വന്നപ്പോ പുറത്തോട്ട് ഇറങ്ങിയത്? അത് പിന്നെ സിദ്ധു ചേട്ടൻ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചാ. പെങ്ങളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതാ. അവനങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് മോള് പോകാൻ പാടില്ല. മോക്ക് തോന്നുന്നു അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ ആൺപിള്ളേരൊക്കെ എന്നൊക്കെ പറയുമ്പോഴേ പല ടൈപ്പ് പിള്ളേരാണ് അവൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയണത്. നല്ലതും ഉണ്ട് കെട്ടതും ഉണ്ട്. അവനിങ്ങനെ കൂട്ടുകാരെ പരിചയപ്പെടുത്താനാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. മോളെന്തിനാണ് പുറത്തോട്ട് ഇറങ്ങണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. കാര്യം ചോദിക്കാനും പറയാനും ഇപ്പം അച്ഛനും അമ്മയൊന്നും ഇല്ല മോക്ക്. എന്നാലും ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ മോളെ. ചെറിയച്ഛനാണെങ്കിൽ മോളെ എല്ലാം നോക്കണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മോളങ്ങനെ എന്തെങ്കിലും തെറ്റായ വഴി പോയില്ല എന്ന് എനിക്കറിയാം. മോക്കടെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും അത് ശരിയല്ല കേട്ടോ മോളെ. നമ്മൾ പ്രായത്തിനൊത്ത് നിൽക്കണമല്ലോ. മോളിനി അങ്ങനെ ഒന്ന് വിളിച്ചാൽ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടാ. ആ പിന്നെ വേറൊരു കാര്യം കൂടി ചെറിയമ്മയ്ക്ക് പറയാനുണ്ട്. പണ്ട് നിങ്ങൾ ഈ കളിച്ച് നടന്നുകൊണ്ടിരുന്നൊരു പ്രായമല്ലല്ലോ. മോക്കും അതെ, സിദ്ധുവിനും അതെ, മനുവിനും അതെ. എല്ലാവരും മുതിർന്നവരാ. കാര്യം നിങ്ങൾ രക്തബന്ധമൊക്കെയാണ്. എന്നാലേ മോളി സിദ്ധുവിൻ്റെയും മനുവിൻ്റെയും തോളി തട്ടിയിട്ടും കൈ പിടിച്ചിട്ടുള്ള വർത്താനമൊന്നും വേണ്ട. നമ്മുടെ പ്രായം നോക്കണമല്ലോ മോളെ. പെൺപിള്ളേരായതുകൊണ്ടാണ് ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയണത്. ഇത് ഇന്നത്തെ കാലമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോളെ. എൻ്റെ ചെറുക്കന്മാർ ഒരു കുഴപ്പമില്ലായിട്ടല്ല കേട്ടോ. അവന്മാർ നല്ല പിള്ളേരാ. ഞാൻ അങ്ങനെയാണ് അവരെ വളർത്തിയേക്കണത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുന്നവരൊക്കെ എന്ത് പറയും, നിങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണ്. എന്നാലും മോശമല്ലേ മോളെ. അങ്ങനെ തൊട്ടും പിടിച്ചിട്ടുള്ള വർത്താനമൊന്നും വേണ്ട. ഒരു കൈ അകലത്തിൽ നിന്നിട്ടുള്ള വർത്താനമൊക്കെ മതി കേട്ടാ. അതൊക്കെ മതി. ചെറിയമ്മ പറയണ മോക്ക് മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? മനസ്സിലായി, കാര്യം മനസ്സിലായി. പിന്നെ കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് എത്രയാ വന്നെന്നറിയോ? 1200 രൂപ. കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണ്. TV ആണ് ഒടുക്കത്ത കറണ്ട് വലിക്കും. ഞാനിപ്പോൾ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂസ് വെച്ചതാ. ഓഫ് ചെയ്യാം. അത് തന്നെയാ നല്ലേ. മോള് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഉണ്ടല്ലോ. മോള് അടുക്കളയ്ക്ക് പോവാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തിരിക്കാം. ആ TV അങ്ങ് ഓഫ് ചെയ്തേക്ക്. മോള് പഠിക്കുകയാണ്. പഠിക്കുക ചെറിയമ്മ. നാളെ പരീക്ഷ തുടങ്ങും. നല്ലോണം പഠിക്കണം കേട്ടാ. അച്ഛനമ്മ ഇല്ലെങ്കിൽ എന്താ, ചെറിയമ്മയുടെ ചെറിയച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് അടിച്ചു എന്ന് പറയണം. പിന്നെ ചെറിയമ്മയുടെ ഈ കാലിന്റെ പാദത്തിന് ഭയങ്കര വേദന മോളെ. അയ്യോ, എന്തു പറ്റി? അത് പിന്നെ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യണ ചെറിയമ്മയല്ലേ, ഒരു സഹായത്തിന് ആളില്ല. എൻ്റെ 2 ആമക്കളുണ്ട്, വെറുതെയാണ്. ഈ ആമക്കളുണ്ടാവണ വെറുതെയാണ് മക്കളെ. പെമ്മക്കളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടാവും. മക്കൾ ഒരു കാര്യമില്ല. ചെറിയമ്മയ്ക്കാണെങ്കിൽ വയ്യ തീരെ. മോള് വന്നപ്പോഴാണ് പിന്നെ ചെറിയമ്മയ്ക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ. അല്ല ചെറിയമ്മ, പരീക്ഷയായിരുന്നു. ഞാൻ പഠിക്കാൻ നാളെ. പരീക്ഷ നാളെയല്ലേ? വേറൊന്നും വേണ്ട. ഒരു 10 തുണി കിടപ്പുണ്ട്. ഒരു 10-12 തുണിയുണ്ട്. മനുവിൻ്റെയും സിദ്ധുവിൻ്റെയും പിന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ പിന്നെ മോക്കടെ ഒരെണ്ണം ഉണ്ട് തോന്നുന്നു അല്ലേ? എല്ലാം കൂടി 10-12 എണ്ണം ഉള്ളൂ. മോളൊന്ന് കുത്തിപ്പിഴിഞ്ഞിടാൻ പറ്റുമോ? എന്തോന്ന് പരീക്ഷ? ഒരു ഡിഗ്രിയുടെ പരീക്ഷയല്ലേ, അല്ലാണ്ട് കളക്ടർ ആവാനുള്ള പരീക്ഷയൊന്നും അല്ലല്ലോ. മോള് പോയിട്ട് ആ തുണിയൊന്നും അലക്ക് പോലെ. ഞാൻ അലക്കി തരാം. ഒരു
10 മിനിറ്റ് ഇട്ട് ചേട്ടൻ. ഇപ്പൊ തന്നെ ചെയ്യണോട്ടാ. ഇപ്പൊ തന്നെ 5 മണി 6 മണി കഴിഞ്ഞാൽ തുണി അലക്കി കഴിഞ്ഞാൽ അയൽവക്കക്കാർക്ക് കേടാതാണ്. അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ പറയാൻ തുടങ്ങും. മോളിപ്പൊ തന്നെ ചെയ്യട്ടാ. സ്വന്തം മാതാപിതാക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ അവരുടെ സ്ഥാനത്ത് വരാൻ നോക്കിയാലും കാര്യമില്ല. ആ കൊച്ചെന്തെടി? ചിന്നു തുണി അലക്കാനേ അങ്ങോട്ട് പോയേക്കണം. തുണി അലക്ക്? നീ എന്തിനാടി അതൊക്കെ ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കണത്? നിനക്ക് ചെയ്താ പോരെ? അയ്യോ, ഞാൻ പറഞ്ഞല്ല, അവളുടെ നിർബന്ധപ്രകാരം പോയതാണ്. ചെറിയ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ് നാളെ വെക്കത് പരീക്ഷയാണ്, മോള് പഠിച്ചോന്ന് പറഞ്ഞു. പക്ഷെ അവള് കേട്ടില്ല. അവിടെ തുണി അലക്കാൻ പോയിക്കണ്. എന്നാലും വേണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണല്ലേ. ആ കൊച്ചി ഇവിടെ ഓക്കെ അല്ലേടി? കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്താണ്, ഇവിടെ പരമസുഖമല്ലേ. പിന്നെ ഈ ആഴ്ചത്തോടെ അവളുടെ പരീക്ഷ തീരും. നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കാൻ? അവക്ക് വേറെ എന്തൊക്കെയോ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, PG ക്കൊക്കെ പോകണമെന്ന്. പഠിക്കണം എന്നുണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കണം. എന്താ ജോലി കിട്ടണവരെ നമ്മളെ കൊണ്ട് വരുന്ന രീതിയിൽ അവളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാലും എന്ത് ഈസി ആയിട്ട് ഇടക്കിടത്ത് പറയുന്ന മനുഷ്യൻ നിങ്ങള്. വലിയ നടക്കണ കാര്യമാണ് അതൊക്കെ. അതൊന്നും വെറുതെ ഉണ്ടായിരിക്കും കൊടുത്തിട്ട്. വലിയ നല്ല കല്യാണാലോചന വരികയാണെങ്കിലേ അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കുക. നല്ലതൊന്നും വേണ്ട, വലിയ കുഴപ്പമില്ലാത്ത വലിയ പഠിപ്പൊന്നും വേണ്ട, എന്തെങ്കിലും ചെറുക്കനുണ്ടെങ്കിൽ അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കുക. നമ്മളെന്തിനാണ് ഈ റിസ്ക് മൊത്തം ഏറ്റെടുക്കുന്നത്? അല്ല, അത് പിന്നെ തന്തേ നാളില്ലാത്ത കൊച്ചല്ലടി. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ മനഃപൂർവ്വം പിടിച്ച് കെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അത്? നിങ്ങൾ എന്ത് വർത്താനാണ് പറയണത്? ഒരു പെണ്ണാണ് ഇവിടെ കൂടെ നിർത്തിക്കണത്. നമ്മുടെ മകളാണെങ്കിൽ എത്ര കാലം വേണ്ടി നിർത്താം. ഇതേ നിങ്ങളുടെ മരിച്ചുപോയ ചേട്ടന്റെ മകളാണ്. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും നാളെ വിലക്ക് സംഭവിച്ചാലേ നമ്മളാണ് ഉത്തരവാദിത്തം പറയേണ്ടത്. ഈ പെണ്ണ് വല്ല നാളെ വിലക്ക് വല്ല ചെറുക്കന്മാരുടെ കൂടെ ഒളിച്ചോടി പോവേ അല്ലെങ്കിൽ വല്ല കശപുശ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ ഉത്തരവാദിത്തം പറയണ മനുഷ്യ. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഇതുവരെ അന്വേഷിക്കാതെ ബന്ധുക്കൾ പോലും അപ്പൊ വരും. നടക്കണ വല്ല കേസും പറ. പഠിപ്പിക്കണ് അവള് വല്ല കല്യാണം കഴിഞ്ഞിട്ട് ആ കെട്ടിയവന് വഴി വല്ല ജോലി ഉണ്ടാക്കുക തേക എന്ത് വേണേ ചെയ്തോട്ടെ. കാര്യം നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ചേട്ടന്റെയും ചേച്ചിയുടെയും ആധാരം ഇരിക്കണത്. അതെന്തായാലും പെട്ടെന്നൊന്ന് വിൽക്കാൻ നോക്ക്. വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സ്വർണ്ണ വില കുതിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയും കൂടി ഇരിക്കുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ കൊടുത്ത് അവളെ ഒഴിവാക്കാന്നേ. എന്തിനാണ് ഈ ബാധ്യത എടുത്ത് തലയിൽ വെക്കണത്? എനിക്കൊന്നും വേല. ഞാനാണെ അവിടെ തിരിഞ്ഞാൽ ഇവിടെ തിരിഞ്ഞാൽ എനിക്ക് പേടിയാ. എടി, നീ പറയണ വിട്ട് ആ കൊച്ചിന് ആഗ്രഹം ഇല്ലാണ്ട് നമ്മൾ നിർബന്ധപ്രകാരം കെട്ടിക്കണ തെറ്റല്ലേ? ഒന്നാമത് ചേട്ടനും ചേട്ടത്തിയമ്മയും മരിച്ചു മോളി നിൽക്കുമല്ലേ. തെറ്റാടി, അവരോട് ചെയ്യണ തെറ്റാണ്. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? പിന്നെ ചത്തുപോയ നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയമ്മയും വന്ന് ചോദിക്കുമായിരിക്കും എന്റെ മോളെ എന്താ പഠിപ്പിച്ചില്ലാന്ന്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നേ. ഓരോ വർത്താനങ്ങള്. നിങ്ങളെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി കേട്ടാ. എന്നാലും ഈ ആഴ്ച അവളുടെ പരീക്ഷ കഴിയും. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. സ്നേഹത്തിൽ പറഞ്ഞ് അവൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഈ ആഴ്ച തന്നെ നിങ്ങൾ ബ്രോക്കറോടൊന്ന് പറഞ്ഞേരെ. നല്ല വല്ല കല്യാണത്തിന് വരികയാണെങ്കിലേ അങ്ങോട്ട് പിടിച്ച് കെട്ടിക്കാന്ന്. ഞാനിപ്പോ എന്ത് പറയാനാ? നീ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ആവട്ടെ, നോക്കാം. കഷ്ടതേ. ഞാൻ എന്തിന്റെ കേടാണ്? ചേട്ടനോട് ജയിച്ചോട്ടുള്ള ഒരു സ്നേഹം. എന്നാലും എന്റെ മാലതി, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വല്ലാത്ത കഷ്ടമായി പോയി കേട്ടോ. എന്റെ ചേച്ചി, എന്റെ കെട്ടിയോട് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി ബാധ്യതയായി പോയില്ലേ. ചെറിയ കൊച്ചൊന്നും അല്ലേ, 10-20 വയസ്സില്ലേ. എന്തൊക്കെ കിടക്കുന്നു ഉത്തരവാദിത്തങ്ങള്. ചവാടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഒരു കാര്യമില്ലാണ്ട് ഞാൻ എന്റെ ചേട്ടന്റെ മോളെ നോക്കിക്കോളാന്ന ഒരു വീരവാദ്യം. പിന്നെ നോക്കിയപ്പോൾ കാര്യം അവളുടെ അച്ഛൻ്റെ പേരിൽ ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്. അപ്പൊ ഈ പെങ്കൊച്ചിനെ നോക്കുന്നവർക്ക് അത് കിട്ടും. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുവരാത്. അവർക്ക് എന്തൊക്കെയോ കടമുണ്ട് കേട്ടോ, ഒരു ചെറിയ രീതിയിൽ കടമുണ്ട്. അപ്പൊ വീടും സ്ഥലവും വിറ്റ് കഴിഞ്ഞാൽ കടവും വീട്ടി ഇവളെ കെട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇച്ചിരിയൊക്കെ ഉണ്ടാവും. എന്തിനും നക്കാപ്പിച്ചേ നമുക്ക് കിട്ടുള്ളൂ. കിട്ടിയതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കൂടെ കൊണ്ടുവരാൻ സമ്മതിച്ചു. പിന്നെ ചിലവ് കുറെ കിടപ്പുണ്ട്. പഠിപ്പുണ്ട്, കല്യാണമുണ്ട്, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ കിടക്കണ്. ഉത്തരവാദിത്തങ്ങളുടെ ഒരു പെരുമഴയാണ് വന്നേക്കണത്. പിന്നെ പഠിപ്പ് ഞാൻ ആദ്യം വൈകാണ്ട് നിർത്തിക്കും. പഠിക്കൊന്നും വേണ്ട, എന്നാത്തിന് ഒഴിവാക്കി വിടാൻ നോക്ക്. പിന്നെ അല്ലാണ്ട് വല്ലോടെയും പിടിച്ച് കെട്ടിക്കാൻ പോവാണ്. ബാധ്യത തീർന്നു കിട്ടുമല്ലോ. ഇതിപ്പോ അധികം വൈകാണ്ട് തന്നെ ഏതെങ്കിലും വലിയ നല്ല ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കിട്ടുന്ന വല്ല കല്യാണത്തിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ തലയിലങ്ങ് ഒഴിവാക്കി വിടാന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വയ്യ ഈ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ. ഒന്നാമത് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, 2 ആമക്കളുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ച പെമ്മക്കളെ കെട്ടിച്ചു വിടേണ്ട ബാധ്യതയില്ലല്ലോ. പക്ഷെ ദൈവം കൊണ്ടെത്താന്നൊരു ചതിയേ.
ഇങ്ങനൊരു ചതി കൊണ്ടുത്തരുമെന്ന് ഞാൻ വിചാരിച്ചു. നല്ല പണിയൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുക. ഓ എവിടെ നിന്ന് ആ പെണ്ണ് ഒരു പണിയും ചെയ്യില്ലാന്ന്. മൂക്ക് മുട്ട തിന്നും, നല്ലോണം തിന്നാൻ മാത്രം അറിയാം. ഒരു പണിയും ചെയ്യില്ല, ഒരു സഹായത്തിനും. ഞാൻ തന്നെ കഷ്ടപ്പെടും, ഒരു ഗുണമില്ല. അത് എനിക്ക് എന്നാന്നറിയോ, പെമ്മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മമാർ ഇതൊക്കെ പഠിപ്പിച്ച് വിടണം. എവിടെ പഠിപ്പിക്കണം? ആരാ എപ്പോഴും മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴല്ലേ അമ്മമാർ പഠിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ബാക്കിയുള്ളവരല്ലേ അനുഭവിക്കണത്. അല്ല പിന്നെ. ഓ ഇതൊരുമാതിരി കഷ്ടകാലമായി പോയി കേട്ടോ. എന്തേലും ആവട്ടെ, അനുഭവിക്കുക തന്നെ. ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടണം. അല്ലെങ്കിൽ ശരിയാവില്ലേ. എന്തെങ്കിലും കാര്യം കാണിച്ച് ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ബാധ്യതയൊക്കെ തീർന്നു കിട്ടുമല്ലോ. പിന്നെ കെട്ടിയവൻ്റെ വീട്ടിൽ കിടന്ന് പണ്ടാറടങ്ങുക എന്തെങ്കിലും ചെയ്യട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് വലിയ ബന്ധത്തിനും ഉണ്ടാകും. പിന്നെ പ്രസവത്തിനും കാര്യത്തിനൊന്നും ഇങ്ങോട്ട് വരില്ല. ഞാനേ ഇച്ചിരി സാധനം മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് നിന്നെ കണ്ടത്. ശരി എന്നാട്ടോ, പിന്നെ കാണാം. ശരി എന്നാ.